അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സുലൈമാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞു: കുന്തു ജാലിസു മഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. വറജുലാനി യസ്തബാനി ഫഅദഹുമാ ഖദ് മറ വജൂഹു, ആ സമയത്ത് രണ്ടാളുകൾ ശണ്ട കൂടുന്നത് കണ്ടു. ഫഅദഹുമാ ഇത് മറ വജൂഹു, ആ രണ്ടിൽ ഒരാളുടെ മുഖം വിവരണമായിരിക്കുന്നു. വതഫാത്ത് ഔദാജുഹു, കണ്ടനാടികൾ വീർക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാളുകൾ ശണ്ട കൂടുകയാണ്, ഒരാളുടെ മുഖം ചുവന്നിട്ടുണ്ട്, അതുപോലെ കണ്ടനാടികളൊക്കെ വീർക്കുകയും ചെയ്തിരിക്കുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇന്നി ലഅലമു കലിമത്തു ലൗ ഖാലഹ അൻഹുമാ യജിബു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്: എനിക്ക് ചില വാചകങ്ങൾ അറിയാം, അത് ആ ദേഷ്യം പിടിക്കുന്ന ആൾ പറയുകയാണെങ്കിൽ അവൻ്റെ കോപം ശമിക്കുന്നതാണ്. ലൗ കാലാൻ, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു: ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ദഹബ അൻഹുമാ യജിബു. ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ടു ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ കോപം നീങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഫഖാല ലഹു, അപ്പോൾ ഇത് കേട്ട സഹാബാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു: ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾ പറഞ്ഞു: ദഹ്വത്തു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാൻ വേണ്ടി നിന്നോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നബി തങ്ങളുടെ അടുത്തു നിന്ന് കേട്ടു നിന്ന സഹാബികൾ ആ മനുഷ്യനോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം അടക്കാനുള്ള മാർഗമാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കോപം നമ്മിൽ ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. ആ കോപം അടക്കാനുള്ള മാർഗമാണ് ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഷെറിൽ നിന്ന് കാവൽ തേടുക എന്ന്. ഈ ഹദീസ് മുത്തഫഖു അലൈഹി ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.